കേരള രാഷ്ട്രീയം ഒരു സുപ്രധാന വഴിത്തിരിവിലാണ്. അധികാരം തിരിച്ചുപിടിക്കാനുള്ള കോൺഗ്രസിന്റെ പോരാട്ടം ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ കേരളം ഉറ്റുനോക്കുന്നത് വയനാട്ടിലേക്കാണ്. മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കും വടംവലികൾക്കും അന്ത്യം കുറിക്കാൻ പ്രിയങ്ക ഗാന്ധി എന്ന കരുത്തുറ്റ നേതൃത്വം കടിഞ്ഞാണിടുമോ എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ചോദ്യം. കേരളത്തിന്റെ മുക്കിലും മൂലയിലും എന്ന ഒരു പേര് മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. സതീശനെ മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായി വയനാട് MP പ്രിയങ്ക ഗാന്ധിക്ക് മേൽ പ്രവർത്തകരുടെ സമ്മർദ്ദമേറുകയാണ്. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് ഇമെയിൽ പ്രവാഹം എന്നാണ് റിപ്പോർട്ട്. വയനാട്ടിൽ നിന്നടക്കമുള്ള പ്രവർത്തകരാണ് ഔദ്യോഗിക ഇമെയിലുകളിലേക്ക് ബന്ധപ്പെടുന്നത്. സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്നതാണ് മെയിലിലുള്ളത്. അതേസമയം പ്രിയങ്കയുടെ മണ്ഡലത്തിൽ ഇന്ന് പ്രതിഷേധ പ്രകടനത്തിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ നിന്നുമുള്ള സാധാരണ പ്രവർത്തകർ മുതൽ പ്രാദേശിക നേതാക്കൾ വരെ ഇമെയിൽ പ്രവാഹത്തിൽ പങ്കാളികളാണ്. പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട വയനാട്ടിൽ വലിയൊരു പടയൊരുക്കം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം കേരള രാഷ്ട്രീയത്തിൽ വെറുമൊരു താരപ്രചാരകയുടേതല്ല, മറിച്ച് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായി തീരുമാനങ്ങൾ എടുക്കാൻ കെൽപ്പുള്ള ഹൈക്കമാൻഡിനെ നേരിട്ടുള്ള ശബ്ദമാണ് പ്രിയങ്ക. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ നിന്നുമുള്ള ഈ ഇമെയിൽ പ്രവാഹവും പ്രവർത്തകരുടെ പ്രതിഷേധങ്ങളും പ്രിയങ്ക ഗാന്ധി അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. നേതാക്കൾക്കിടയിലെ വടംവലികൾ അവസാനിപ്പിക്കാൻ പ്രിയങ്കയുടെ ഒരു വാക്ക് മതിയാകുമെന്ന തിരിച്ചറിവാണ് പ്രവർത്തകരെ ഇത്തരമൊരു നീക്കത്തിന് പ്രേരിപ്പിക്കുന്നത്. ഫ്ലക്സ് യുദ്ധങ്ങളും ഗ്രൂപ്പ് പോരുകളും പാർട്ടിയുടെ പ്രതിച്ഛായ ബാധിക്കുമെന്ന ആശങ്ക നിലനിൽക്കവേ പ്രിയങ്ക ഗാന്ധി എന്ന നിർണായക ശക്തി എങ്ങനെ ഈ വിഷയത്തിൽ ഇടപെടും എന്നത് രാഷ്ട്രീയ എതിരാളികളെ പോലും ഭയപ്പെടുത്തുന്നുണ്ട്. വി ഡി സതീശന്റെ ഭരണ നൈപുണ്യവും പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹം കാഴ്ചവെച്ച സമാനതകളില്ലാത്ത പോരാട്ട വീര്യവും പ്രിയങ്കയ്ക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അണികളുടെ ഈ ആവേശം തള്ളിക്കളയാൻ അവർക്ക് കഴിയില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് പലരും. എന്നാൽ അപ്പുറത്ത് പ്രിയങ്കയ്ക്ക് ഏറെ പ്രിയപ്പെട്ട KC വേണുഗോപാലും അനുഭവ സമ്പത്ത് ഏറെയുള്ള രമേശ് ചെന്നിത്തലയുമുണ്ട്. ഇന്ന് വയനാട്ടിൽ ആഹ്വാനം ചെയ്തിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഹൈക്കമാൻഡിൽ നിന്നുള്ള ഒരു താക്കീത് കൂടിയായിട്ടാണ് കാണുന്നത്. താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ വികാരം മാനിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന വ്യക്തമായ സൂചനയാണത്. പ്രിയങ്ക ഗാന്ധി എന്ന നേതാവിന്റെ ഇടപെടൽ ഇവിടെയാണ് നിർണായകമാകുന്നത്. ഗ്രൂപ്പ് വൈര്യങ്ങൾക്കും വ്യക്തി താല്പര്യങ്ങൾക്കും അപ്പുറം പാർട്ടിയുടെ വിജയവും ജനങ്ങളുടെ താല്പര്യവും സംരക്ഷിക്കാൻ പ്രിയങ്ക എടുക്കുന്ന തീരുമാനം കേരളത്തിന്റെ ഭാവി നിശ്ചയിക്കും. പ്രിയങ്ക ഗാന്ധിക്ക് മുന്നിലുള്ളത് വലിയൊരു ദൗത്യമാണ്. കേരളത്തിലെ കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങൾക്ക് കടിഞ്ഞാണിടുക, അണികൾ ആഗ്രഹിക്കുന്ന നേതാവിനെ മുന്നിൽ നിർത്തി പാർട്ടി ഐക്യത്തോടെ നയിക്കുക. ഈ ദൗത്യം അവർ ഭംഗിയായിട്ട് നിറവേറ്റും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും. പ്രിയങ്കയുടെ എൻട്രി വെറും ഒരു MP എന്ന നിലയിലല്ല, മറിച്ച് കേരള രാഷ്ട്രീയത്തിലെ തർക്കങ്ങൾക്ക് അന്ത്യം കുറിക്കുന്ന പരമാധികാരി എന്ന നിലയിലാണ്. കേരളത്തിന്റെ മണ്ണിൽ കോൺഗ്രസിന്റെ പടയോട്ടം നയിക്കാൻ ആരായിരിക്കണം മുൻനിരയിൽ എന്ന കാര്യത്തിൽ പ്രിയങ്കയുടെ തീരുമാനം ഒരു അന്തിമ വിധിയായിരിക്കും. സത്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് ഒരു മാറ്റമാണ്. അത് വി ഡി സതീശനിലൂടെ വേണമെന്ന് ഒരു വിഭാഗം ഉറപ്പിച്ചു പറയുമ്പോൾ കാലങ്ങളായി തുടരുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറ്റിമറിക്കാനും പ്രിയങ്കയ്ക്ക് സാധിക്കുമോ എന്നതാണ് ചോദ്യം. ഡൽഹിയിൽ ഇരുന്ന് കാര്യങ്ങൾ തീരുമാനിച്ചിരുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഹൈക്കമാൻഡ് കേരളത്തിന്റെ മണ്ണിലുണ്ട്, വയനാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധങ്ങൾ അവഗണിക്കാൻ പ്രിയങ്കയ്ക്കും കഴിയില്ല. വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു പൊട്ടിത്തെറിക്കോ അതോ നാടകീയമായ അനുരഞ്ജനങ്ങൾക്കാണോ നാം സാക്ഷ്യം വഹിക്കേണ്ടി വരിക എന്ന് കണ്ടു തന്നെ അറിയണം.